കിഫ്ബിയെ ഞാനും അന്ന് ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ കണ്ട ഒരാളാണ്. കിഫ്ബി കേരളത്തിന് ആവശ്യമാണ് എന്ന് തോന്നിയ ഒരാളാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ വരുമാന മാർഗങ്ങളൊക്കെ ഇടിയുകയും അതുകൊണ്ടിട്ട് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്തു. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നിട്ടുള്ള നമ്മളുടെ വരുമാനം കാലാകാലങ്ങളായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക, അതിൻ്റെ ശതമാനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ ഡെവല്യൂഷൻ വഴി വരുന്ന ട്രാൻസ്ഫേഴ്സ്, ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്ത് വരുന്ന നമ്മളുടെ വരുമാനം, നികുതിയിൽ നിന്നിട്ടുള്ള വിഹിതം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മളുടെ ചെലവിൻ്റെ ബാധ്യത വർദ്ധിക്കുകയും കേന്ദ്ര സർക്കാർ പദ്ധതികളിലൊക്കെ നമുക്കത് കാണാൻ കഴിയും. വരുമാനം കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് കാണേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന രീതിയിലാണ് കിഫ്ബി വന്നത്. പക്ഷേ കിഫ്ബിക്ക് സംഭവിച്ചൊരു പിന്നീട് കുഴപ്പമെന്ന് പറയുന്നത്, അതിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങളെല്ലാം അതിനി തെളിയിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും അത് തിരുത്തപ്പെടുകയും വേണ്ടത് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി അതിനുണ്ടായ ഒരു പ്രശ്നം, അത് കടം വാങ്ങിക്കുന്ന കിഫ്ബി സ്വന്തം നിലയിൽ കടം വാങ്ങിക്കുന്ന തുകയെല്ലാം തന്നെ നമ്മളുടെ ധനകമ്മിയിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. കേന്ദ്ര സർക്കാരിൻ്റെ നിർബന്ധിതമായിട്ടുള്ള റൂള് പ്രകാരം അങ്ങനെ അതിലേക്ക് ഉൾപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേട്ടമില്ലാണ്ടായി. അപ്പോൾ നമുക്കതിൻ്റെ പുറത്ത് കടമെടുക്കാനുള്ള ഒരു സാധ്യത എന്ന രീതിയിലാണ് കിഫ്ബിയെ കണ്ടിരുന്നത്. ബഡ്ജറ്റിന് പുറത്ത് കടമെടുക്കാനുള്ള ഒരു സാധ്യത എന്ന രീതിയിലാണ്. പക്ഷേ അതെടുക്കുന്ന കടമെല്ലാം തന്നെ നമ്മളുടെ ബഡ്ജറ്റിനകത്തേക്ക് കൊണ്ടുവന്ന് ധനകമ്മിയിലേക്ക് കൂട്ടാൻ തുടങ്ങിയപ്പോഴേക്ക്, ധനകമ്മിക്കകത്ത് അത് ഉൾക്കൊള്ളിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് അതൊരു പ്രസക്തിയില്ലാണ്ടായി മാറി. അപ്പോൾ അതുകൊണ്ടിട്ട് കിഫ്ബി സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തുടങ്ങിയെടുത്തെന്ന് വെച്ച് എന്തിനാണോ തുടങ്ങിയത് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം ഇന്ന് കുറഞ്ഞുപോയി, ഇന്നില്ലാണ്ടായിരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, കിഫ്ബി ഈ നമ്മളധികം ചിലവഴിക്കുന്ന, നമ്മൾ മൂലധന ചെലവിലേക്ക് നടത്തുന്ന ചിലവുകൾ അത് കൃത്യമായും കാര്യക്ഷമമായിട്ടും പിന്നീട് വിനിയോഗിക്കാനായിട്ട് ഇത്തരം ഒരു ഏജൻസിയെ വേണമെങ്കിൽ നിലനിർത്താം. അങ്ങനെയുള്ള രീതിയിൽ ചിന്തിക്കുന്നത് ഗുണകരമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പലപ്പോഴും നമ്മൾ കാണുന്നത്, സർക്കാർ ഒരു 100 രൂപ ചെലവഴിക്കാനായിട്ട് മൂലധന ചെലവിന് കൊടുത്തു കഴിഞ്ഞ് തീർന്നാൽ അതിൽ പല ലീക്കേജും അഴിമതിയും ഒക്കെ നടന്നിട്ട് അതിൻ്റെ പകുതി പോലും പലപ്പോഴും എത്താറില്ല. അതൊഴിവാക്കാനായിട്ട് കിഫ്ബി പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കാവുന്നതാണ്. ഏത് രീതിയിലാണ് ഗവൺമെൻറ് മാറി ചിന്തിക്കുക എന്നുള്ളത് വരും കാലങ്ങളിലേ നമുക്കറിയാൻ കഴിയുകയുള്ളൂ.